കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണും പെണ്ണും കെട്ടവനാണെന്ന് പറഞ്ഞത് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമാണ്. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത്. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണോ അല്ലെങ്കിൽ പെണ്ണോ ആകണം. ഇത് രണ്ടുമല്ലാത്ത മുഖ്യമന്ത്രിയെ നമുക്ക് കിട്ടിയതാണ് നമ്മുടെ അപമാനം എന്നും സലാം പറയുന്നു. മലപ്പുറം വാഴക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് സമ്മേളനത്തിലാണ് PMA സലാമിന്റെ വിവാദ പരാമർശം ഉണ്ടായത്. ഹൈന്ദവ തത്വങ്ങളും വികലമായ വീക്ഷണങ്ങളും പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസം കൊണ്ടുവരാൻ വേണ്ടി ഇപ്പോൾ കേരളം ഒപ്പിട്ടിരിക്കുകയാണ്. ഒരു പുരുഷനാണെങ്കിൽ അതിനെ എങ്ങനെ എതിർക്കാൻ കഴിയുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കോടികൾ തന്നാലും ഈ വർഗീയ വിഷം പശ്ചിമ ബംഗാളിലേക്ക് കൊണ്ടുവരില്ലെന്ന് വനിതാ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയും പറഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവനായതുകൊണ്ടാണ് അതിൽ പോയി ഒപ്പിട്ടത്. ഒന്നുകിൽ മുഖ്യമന്ത്രി ആണാവണം അല്ലെങ്കിൽ പെണ്ണാവണം. ഇത് രണ്ടും കെട്ട മുഖ്യമന്ത്രിയെ കിട്ടിയതാണ് നമ്മുടെ അപമാനം. അതാണ് നാം ഇന്ന് അനുഭവിക്കുന്നതെന്നും അദ്ദേഹം പറയും. പിന്നീട് ഇദ്ദേഹം പറഞ്ഞത് ആദ്യമായി വിമാനം ഉണ്ടാക്കിയത് സുഗ്രീവൻ ആണെന്ന് പുതിയ പാഠ്യപദ്ധതിയിൽ കേന്ദ്രം പഠിപ്പിക്കുന്നു എന്നൊക്കെയാണ്. വാസ്തവത്തിൽ അല്പം മണ്ടത്തരവും അതിലേറെ വിവരക്കേടും ഉള്ള ഒരാളാണ് ഈ PMA സലാം എന്ന ലീഗ് നേതാവ്. സാധാരണ ഇയാളുടെ പ്രസംഗം കേൾക്കാൻ വരുന്നത് ഭൂരിഭാഗവും മുസ്ലിം ലീഗുകാരാണ്. ആ പാവങ്ങളെ PMA സലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. പുതിയ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതോടെ കേരള സർക്കാർ സംഘപരിവാറിന് കീഴടങ്ങി ഇനി അങ്ങോട്ട് സംഘപരിവാർ പുസ്തകങ്ങളാകും കേരളത്തിൽ പഠിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധാരണ പടർത്തുന്നത് ലീഗുകാരും മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട നേതാക്കളുമൊക്കെയാണ്. കൂട്ടത്തിൽ ഉയർന്ന വിദ്യാഭ്യാസമുള്ള കുഞ്ഞാലിക്കുട്ടി വരെ പറയുന്നത് കേന്ദ്രം അടിച്ചേൽപ്പിക്കുന്ന പാഠങ്ങളാകും ഇനി കേരളത്തിലും പഠിപ്പിക്കാൻ പോകുന്നത് എന്നാണ്. നമ്മുടെ സംസ്ഥാനത്ത് മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ചുരുങ്ങിയത് ഒരു 200 CBSE സ്കൂളുകളെങ്കിലും ഉണ്ടാകും. അവിടെയൊക്കെ എന്താണ് പഠിപ്പിക്കുന്നത്? അവിടെയെല്ലാം NCERT സിലബസും നാഷണൽ എഡ്യൂക്കേഷൻ പ്രോഗ്രാമും ഒക്കെയാണ് ഉള്ളത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും വിഷമമോ ആശങ്കയോ ഈ പറഞ്ഞ PMA സലാം ഇന്നേ വരെ പ്രകടിപ്പിച്ചതായി ആരും കണ്ടിട്ടുമില്ല. കൂടാതെ മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ CBSE സ്കൂളിൽ അല്ലാതെ ആയിരക്കണക്കിന് മുസ്ലിം കുട്ടികൾ വേറെയും CBSE സ്കൂളുകളിൽ പഠിക്കുന്നുണ്ട്. അതിലൊന്നും ലീഗിനും മറ്റുള്ള മുസ്ലിം സംഘടനകൾക്കും യാതൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് PMA സലാമിൻ്റെ പരാമർശങ്ങൾ വെറും മൂന്നാംകിട ആരോപണങ്ങൾ മാത്രമാണ്, പച്ചയായ അവഹേളനമാണ്. അതിപ്പോൾ മുസ്ലിം ലീഗ് നേതൃത്വം മനസ്സിലാക്കിയിട്ടുമുണ്ട്. രാഷ്ട്രീയ വിമർശനങ്ങളാകാം, എന്നാൽ വിമർശനങ്ങൾ വ്യക്തിപരമായ അധിക്ഷേപങ്ങളിലേക്ക് മാറിപ്പോകാൻ പാടില്ലെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് സയ്യിദ് ഷാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. ഭരണകൂടത്തിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കേണ്ടത് പ്രതിപക്ഷത്തിന്റെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ആണും പെണ്ണും കെട്ടവൻ ആയതുകൊണ്ടാണ് PM ശ്രീയിൽ ഒപ്പുവെച്ചു എന്ന സലാമിന്റെ പരാമർശം തന്നെയാണ് ശിഹാബ് തങ്ങൾ ഇത് പറയാൻ കാരണവും. മുഖ്യമന്ത്രിയെ ആർക്കും വിമർശിക്കാം, ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞ് കുറ്റപ്പെടുത്താം. പക്ഷേ ഇത്തരം വ്യക്തിഹത്യകൾ ഒരു രാഷ്ട്രീയക്കാരനും നടത്താൻ പാടുള്ളതല്ല. ഈ വിഷയത്തിൽ PMA സലാം അധിക്ഷേപം പിൻവലിച്ച് കേരളീയ സമൂഹത്തോട് മാപ്പ് പറയണമെന്ന് CPM ജില്ലാ സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിനെ വിജയകരമായി നയിക്കുന്ന മുഖ്യമന്ത്രിയെ അധിക്ഷേപത്തിലൂടെ തകർക്കാമെന്ന് ആരും കരുതേണ്ടെന്നും സെക്രട്ടേറിയറ്റ് ഒരു പ്രസ്താവനയിലൂടെ പറയുന്നു.